കാത്തിരുന്ന് മഴ പെയ്തപ്പോൾ പിന്നെ മഴയോട് മഴ. മഴ കനത്തതോടെ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തനത് സൗന്ദര്യം വീണ്ടെടുത്തു കഴിഞ്ഞു. മഴയും മഞ്ഞും പെയ്തിറങ്ങുന്ന കല്യാണത്തണ്ട് മലനിരകൾ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. ഇടുക്കിയുടെ പ്രഭാത സായാഹ്ന കാഴ്ചകൾ അതിമനോഹരമാണ്. പ്രത്യേകിച്ചും കാൽവരിമുണ്ട് കല്യാണത്തണ്ട് മലനിരകളിൽ നിന്നുള്ളത്. ഇടുക്കി ജലാശയത്തിൻ്റെ വിദൂര കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച. രണ്ടാഴ്ച മുമ്പ് ഉണങ്ങിക്കരിഞ്ഞ പുൽമേടുകളും വരണ്ടുണങ്ങിയ പാറക്കെട്ടുകളും ചുട്ടുപൊള്ളുന്ന ചൂടുമായിരുന്നെങ്കിൽ ഇപ്പോൾ കഥയെല്ലാം മാറി. സദാസമയവും കോരിച്ചൊരിയുന്ന മഴയത്ത് കനത്ത മഞ്ഞും കൂടിയായി കല്യാണത്തണ്ടിപ്പോൾ കാഴ്ചകളുടെ കുളിരുള്ള അനുഭവമാണ് സമ്മാനിക്കുന്നത്. മല കയറിയെത്തുന്നവർക്ക് കാഴ്ചകളുടെ കലവറയാണ് പ്രകൃതി ഇവിടെ ഒരുക്കിയിരിക്കുന്നതും. പച്ചപ്പ് പുതച്ച മലഞ്ചെരുവിൽ മനം നിറഞ്ഞു പെയ്യുന്ന മഴ, ഇടയ്ക്കിടെ വന്നുപോകുന്ന കോടമഞ്ഞും കുളിർകാറ്റും, ചുറ്റും ചെറുതും വലുതുമായ പാറക്കൂട്ടങ്ങൾ, അങ്ങ് ദൂരെ താഴ്വാരത്ത് ഇടുക്കി ജലാശയവും. ഇത്ര നാൾ നമുക്ക് ഇവിടെ വന്നിരുന്നാൽ പോലും ഒരു തണുത്ത കാറ്റ് പോലും കിട്ടാനില്ലായിരുന്നു. ഇപ്പോൾ മുഴുവൻ കോടയിൽ നിറഞ്ഞ് മൊത്തം നമുക്ക് പകൽ വരുവാണെങ്കിൽ ഇവിടെ അഞ്ചുരുൾ ഡാമും കാര്യങ്ങളെല്ലാം കാണാം. അതുപോലെ നല്ല വിഷ്വലായിട്ടിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ മേളിൽ കയറണമെങ്കിൽ നമുക്ക് ഓഫ് റോഡ് ജീപ്പുകളും കാര്യങ്ങളും വേണം. എന്നാൽ പോലും പക്ഷേ മഞ്ഞ് കയറി നിന്നപ്പോഴേക്കും നമുക്ക് അടിപൊളി, കോടയിൽ അവിടെ കയറി വന്നപ്പോഴേക്കും അടിപൊളി വിഷ്വലാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മലനിരകളാണ് കല്യാണത്തണ്ടിന്റെ പ്രധാന സവിശേഷത. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റ് മാത്രം കൊണ്ട് തീരുന്നതല്ല ഇവിടുത്തെ കാഴ്ചകൾ. മഴക്കാലത്താണ് കല്യാണത്തണ്ടിന്റെ മനോഹാരിത അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ കഴിയുക. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.